ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു വ്ളോഗാണ് കേട്ടോ. നമ്മളുടെ ഒരു ചെറിയ ഡ്രീമും കൂടെ നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ്. കാക്കുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, നമുക്കൊരു കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു വണ്ടി എടുക്കണം എന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ഇയോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു എന്താ പറയുക, ഒരു ചെറിയ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ കംപ്ലൈൻറ്റ് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടിയ, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഉള്ളൊരു വണ്ടി എടുക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ കുറേ ആയിട്ട് സെർച്ച് ചെയ്യണമുള്ള ഫേസ്ബുക്കിലും അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് നമ്മൾ സെർച്ച് ചെയ്തു. അവസാനം നമ്മളുടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള നൗഷാദ് ഖാൻ്റെ ഷോറൂമിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. വണ്ടീനെക്കുറിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എല്ലാതും വെള്ളക്കാറ്, ചുവന്ന കാറ്, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ കാറ്, അങ്ങനെ എനിക്കറിയുള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല കേട്ടോ. എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പക്ഷേങ്കിൽ കാക്കു അങ്ങനെയല്ല. കാക്കു എല്ലാതും നോക്കും, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം, എന്താ അതിൻ്റെ മോഡൽ എല്ലാതും നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമുക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ നോക്കലില്ല. അങ്ങനെ നമ്മൾ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പറ്റുന്ന ബഡ്ജറ്റും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പം ഒത്തിരി ബഡ്ജറ്റിൻ്റെ എടുക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന എന്നാൽ കുറച്ചും കൂടെ അത്യാവശ്യം വലിപ്പമുള്ള കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൂടിയ അങ്ങനെ ഒരു വണ്ടി നമ്മൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഷോറൂമിൽ പോയി കണ്ടു, സംസാരിച്ച് നോക്കി, എല്ലാവരും നോക്കിയപ്പോൾ നമുക്ക് ഓക്കെയാണ്. അങ്ങനെ നമ്മളിതാ ഈ ഒരു വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇയോണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇയോണിന് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പോൾ കാക്കൂന് ഭയങ്കര വിഷമമാണ്. മാസം കംപ്ലയിൻറ്റ് വരിക എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിങ്ങനെ ഓരോ പ്രാവശ്യം കംപ്ലയിൻറ്റ് ആകുമ്പോൾ കാക്കു ഇങ്ങനെ ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരെണ്ണം എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കുറേ ആലോചിച്ച് തീരുമാനിച്ച് നമ്മൾ ഈ ഒരു പുതിയൊരു വണ്ടി നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ നമുക്കിത് ആ കേക്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അത് കാക്കുവിന് പറയും. വണ്ടിയുടെ മോഡൽ വരുന്നത് സ്വിഫ്റ്റ് ഡിസയർ ആണ് കേട്ടോ. അതിങ്ങനെ ഈ വണ്ടി എടുത്തപ്പോൾ ഞാനങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ ഇതാ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതായത് മുറിക്കാൻ പോവാണ്. പാച്ചിമോളും ഐഷയും പാത്തും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കേക്കൊക്കെ കണ്ടപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണെന്നാണ് നൂഹമോള് പറഞ്ഞത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നൂഹമോൾക്ക് കൊടുത്തു, പിന്നെ ഐഷാക്കും പാത്തൂരും കൊടുത്തു, ഉമ്മാക്കും കൊടുത്തു, എനിക്കും തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ചെറിയ പീസസ് അവർക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. കേക്ക് മുറിക്കുമ്പോൾ ഒക്കെ നൂഹമോള് ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ടാണ് കേട്ടോ മുറിച്ചത്. ശരിക്കും വണ്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളും അങ്ങനെ കേക്കൊക്കെ കഴിക്കുകയാണ്. അവളെനിക്ക് വായിൽ വെച്ച് തന്നു കേട്ടോ, ഉമ്മച്ചി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട്. അവർ പിന്നെ നമുക്ക് നമ്മളുടെ കീയൊക്കെ തന്നു. അതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ, നിങ്ങളൊന്ന് കയറി കാണണേ. പിന്നെ നമ്മളുടെ അയൽവാസിയും അതുപോലെ തന്നെ നമ്മളുടെ കാക്കുവിൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള സിയാദിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സിയാദ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുകയാണ്, നമുക്ക് ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പള്ളിയിൽ കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അതായത് ദുവ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്നല്ലെങ്കിൽ എനിക്ക് അമ്പംകുന്ന് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഷോറൂമിൽ നിന്ന് കാറൊക്കെ എടുത്തിട്ട് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് അമ്പംകുന്നത്താണ് കേട്ടോ. അമ്പംകുന്നെന്ന് വെച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അവിടെ. കാരണം നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടുന്നൊരു സ്ഥലമാണ് അമ്പംകുന്ന്. കാരണം എന്ന് വെച്ചാൽ നൂഹമോൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ പോയി നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നൂഹമോളെ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അമ്പംകുന്നത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വിശ്വാസം സത്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോയ്സിന് വേറെ സ്ഥലത്തേക്കിടും, ഗേൾസിന് വേറെ സ്ഥലത്തേക്കിടാണ്ട് കയറേണ്ടതും പ്രാർത്ഥിക്കേണ്ടതൊക്കെ. മക്കാമ ഒന്ന് തന്നെയാണ്, അവിടെ നമ്മൾ പോയി പ്രാർത്ഥിക്കുക. പിന്നെ അവിടെ വീഡിയോസ് കാര്യങ്ങളൊന്നും നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നൂഹമോള് നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. വാപ്പച്ചിക്ക് വേണ്ടിയിട്ടായിരിക്കണം, എപ്പോഴും അവൾ ഫസ്റ്റ് വാപ്പച്ചിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ നേരെ ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വണ്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടിടുക, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാം നമുക്കൊരു വിശ്വാസമാണ് കേട്ടോ. എനിക്കിപ്പോൾ നമുക്ക് പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ 2 വീലർ എടുത്ത ടൈമിൽ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയിട്ട് വെഞ്ചരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കതൊരു വിശ്വാസമാണ്. അതിൽ നിന്ന് നമുക്കൊരു തട്ടമുട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ നമുക്ക്
ഏത് എവിടെയാണെങ്കിലും നമുക്ക് ആ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മളുടെ കൂടെ ഉള്ളത് നമുക്കൊരു ധൈര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം അമ്പകുന്നത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അമ്പകുന്ന് പോയി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മൈൻഡിന് ഭയങ്കര സമാധാനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഒരു പട്ട് തരും. ആ പട്ട് നമ്മൾ വണ്ടിയിൽ നമ്മൾ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു ഡ്രീമാണ്, പക്ഷേങ്കിൽ അത് നമുക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ഇനിയും ഇതുപോലെയുള്ള നമ്മളുടെ ഓരോരോ ആഗ്രഹങ്ങൾ പഠിച്ചാൽ നമുക്ക് സാധിച്ചു തരട്ടെ. അതുപോലെ നിങ്ങൾക്കും ഓരോ വീട്, കാറ് ഒക്കെ എല്ലാവരും ഡ്രീമായിരിക്കും. എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിക്കട്ടെയും പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.